ഹലോ, വെൽക്കം ടു അനദർ എപ്പിസോഡ് ഓഫ് കാനഡ മല്ലു വ്ളോഗ്സ്. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മളൊരു പുതിയ വീഡിയോ ആയിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. ഒരു വ്ളോഗാണ്. മുന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു, എനിക്ക് സെം ബ്രേക്ക് ആയപ്പോൾ ഞാൻ 2-3 ദിവസത്തേക്ക് ചേട്ടായി സ്റ്റേ ചെയ്യുന്ന സ്ഥലത്തേക്ക് പോയിരുന്നു. അപ്പോൾ അന്ന് അവിടുന്ന് ഞങ്ങൾ പുറത്തു പോയപ്പോൾ എടുത്ത വീഡിയോ ആണ്. ഏതാണ്ട് 2 ആഴ്ചത്തോളം ആയി. പക്ഷേ അതിൻ്റെ ഇടയ്ക്ക് എനിക്ക് ഒന്ന് പനിയൊക്കെ വന്നു. അപ്പോൾ പനി മാറിയെങ്കിലും എൻ്റെ സൗണ്ട് ശരിയായിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് വീഡിയോ എഡിറ്റ് ചെയ്യാൻ കുറച്ചധികം താമസിച്ചു. വീഡിയോയുടെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് പാർട്ടെന്ന് പറയുന്നത് ഈ കാണുന്നത് തന്നെയാണ്, ഈ പോകുന്ന വഴിയാണ്. ഞങ്ങൾ പോകുന്നത് എങ്ങോട്ടാണെന്ന് പറഞ്ഞില്ലല്ലോ, ഒരു ബീച്ചിലേക്കാണ്. സമ്മറിൽ അടുത്ത് പോകാൻ പറ്റിയ നല്ല സ്ഥലം ഏതെന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്തപ്പോൾ കണ്ടതാണ്. അടുത്തെന്ന് പറഞ്ഞാൽ ഏതാണ്ട് 1 മണിക്കൂർ ദൂരം ഉണ്ടായിരുന്നു അങ്ങോട്ടേക്ക്. പക്ഷെ പോകുന്ന വഴിയൊക്കെ ഞങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാതെ ഭയങ്കര അടിപൊളിയായിട്ടുള്ള സ്ഥലങ്ങളാണ് കണ്ടതൊക്കെ. നമ്മൾ ടൗണിൽ നിന്ന് ഒരുപാട് മാറി കുറച്ച് ദൂരേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ കാണുന്ന വഴിയിലൊക്കെ നമുക്ക് കാണാം, ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള സ്ഥലങ്ങളാണ് ആ ഭാഗത്തൊക്കെ കണ്ടത്. കൂടുതലും കൃഷി സ്ഥലങ്ങളാണ്. കൃഷിയുടെ സമയമൊന്നും ആയിട്ടില്ല എന്ന് തോന്നുന്നു, വിൻ്റർ കഴിഞ്ഞ് വരുന്നതല്ലേ ഉള്ളൂ. അപ്പം എല്ലാം തരിശായിട്ടാണ് കൂടുതലും കിടക്കുന്നത്. ഇടയ്ക്ക് കുറച്ച് സ്ഥലങ്ങൾ ഇതുപോലെ വീടുകളും ഒക്കെ ഉണ്ട്, അതും കാണാൻ ഭയങ്കര ഭംഗി. കുറച്ചുകൂടെ ലാൻഡ്സ്കേപ്പൊക്കെയുള്ള നല്ലൊരു സ്ഥലം. അപ്പോൾ അത് കണ്ടപ്പം നല്ല രസം തോന്നി. അതുകൊണ്ടാണ് നിങ്ങളെ കൂടി എടുത്ത് കാണിച്ചു തരാം എന്ന് കരുതിയത്. അപ്പോൾ പോകുന്ന വഴിയൊക്കെ നമുക്ക് വിശദമായിട്ട് തന്നെ ഒന്ന് കാണാം. അങ്ങനെ ഞങ്ങൾ ബീച്ചിലെത്തി. ഇതാണ് ഗ്രാൻഡ് ബെൻഡ് എന്നാണ് ബീച്ചിൻ്റെ പേര്. അപ്പോൾ അങ്ങോട്ടേക്ക് പോകുന്ന വഴിയിലാണെങ്കിലും ഇഷ്ടം പോലെ വണ്ടികളുണ്ടായിരുന്നു. കുറേ പാർക്ക് ചെയ്തിട്ടും ഞങ്ങൾ അങ്ങോട്ട് പോകുമ്പോൾ ഇങ്ങോട്ടേക്കും കുറേ വണ്ടികൾ വരുന്നുണ്ട്. പക്ഷേ സൈഡിലുള്ള ഷോപ്പുകളൊന്നും ഓപ്പണും അല്ല. ഞങ്ങളും കൺഫ്യൂഷനായി. ഇവിടെ ഒന്നും ആക്റ്റീവായി തുടങ്ങിയിട്ടില്ല എന്നറിയായിരുന്നു, പക്ഷേ എന്നാൽ ഇത്രയും വണ്ടികൾ എവിടെ നിന്ന് വന്നൊന്നും മനസ്സിലായില്ല. അപ്പം അങ്ങോട്ട് ചെല്ലുമ്പം വലിയ ആളും തിരക്കൊന്നുമില്ല. അത്യാവശ്യം ഒരു 5-6 വണ്ടികളൊക്കെ അവിടെയുണ്ട്. എനിക്ക് തോന്നുന്നത് ആ പ്രദേശത്തുള്ളവരൊക്കെ തന്നെ വൈകുന്നേരം ജസ്റ്റ് ഒന്ന് ചില്ലാക്കാൻ വേണ്ടി വന്നതായിരിക്കും എന്ന്. കാരണം സമ്മർ തുടങ്ങി വരുന്നതേ ഉള്ളൂ, ബീച്ച് ആക്ടിവിറ്റീസ് ഒന്നും തുടങ്ങിയിട്ടില്ല. അവിടെ ഷോപ്പുകളൊക്കെ ഒരു എന്താ പറയണ്ടേ, നമ്മൾ ഗോവയിലൊക്കെ പോയാൽ കാണുന്ന സ്റ്റൈലിലുള്ള കുറേ ഷോപ്പുകളും ബാറും അങ്ങനത്തെ കുറേ ഐസ്ക്രീം പാർലേഴ്സ്, അങ്ങനത്തെ ഒരുപാട് സ്ഥലങ്ങളുണ്ട്. പക്ഷേ എല്ലാം ക്ലോസ്ഡ് ആണ്, കുറേ കാലമായിട്ട് ക്ലോസ് ചെയ്ത് കിടക്കുന്നതാണ്. അതുകൊണ്ട് അവിടെ ഒന്നും അത്ര വലിയ രസം നമുക്ക് തോന്നിയില്ല. ഞങ്ങൾ ജസ്റ്റ് അതിലേക്ക് ഒന്ന് നടന്ന് ഒരു കുറച്ച് നേരം അവിടെയൊക്കെ ഇരുന്ന് കാറ്റൊക്കെ കൊണ്ട് അത്യാവശ്യം നല്ല തണുപ്പുണ്ടായിരുന്നു. അതിനുശേഷം ഞങ്ങൾ തിരിച്ചു പോന്നു. യാത്ര മുതലായത് ബീച്ച് കൊണ്ടല്ല, യാത്രയിലുള്ള വഴി കൊണ്ടായിരുന്നു. അതുകൊണ്ട് നമുക്ക് പോക്കൊരു നഷ്ടമായിട്ട് തോന്നിയില്ല. അങ്ങനെ ഞങ്ങൾ തിരിച്ച് ഹോട്ടലിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കും നല്ല രാത്രിയായി. പക്ഷെ നമുക്ക് ഇവിടെ സൺസെറ്റ് സമ്മറായി കഴിഞ്ഞാൽ കുറച്ച് ലേറ്റ് ആവും. 8 മണി 8:30 വരെ ഒക്കെ നല്ല വെട്ടം കാണും. അതൊക്കെ കഴിഞ്ഞിട്ടേ ഒരു നൈറ്റിൻ്റെ ഫീല് നമുക്ക് വരുള്ളൂ. അപ്പം ഞങ്ങൾ നേരെ ഹോട്ടലിലെത്തി. അവിടെ വണ്ടി വെച്ചിട്ട് ഫുഡ് കഴിക്കാനായിട്ട്, അതായത് ഡിന്നർ കഴിക്കാൻ വേണ്ടിയിട്ട് തൊട്ട് അടുത്തുള്ളൊരു റെസ്റ്റോറൻറ്റിൽ പോകാമെന്ന് കരുതി ഇറങ്ങിയതാണ്. അപ്പോൾ ഇറങ്ങിയപ്പം സൈഡിലുള്ള ഒരു മരമൊക്കെ പൂത്ത് നിൽക്കുന്നത് കണ്ടു. അപ്പോൾ ഇതൊക്കെ പുതിയ എക്സ്പീരിയൻസ് ആണല്ലോ. ഇത്രയും കാലം വിൻ്റർ ആയതുകൊണ്ട് എല്ലാം കരിഞ്ഞുണങ്ങി നിൽക്കുന്നത് മാത്രമേ കണ്ടിട്ടുള്ളൂ. പൂക്കളും മരമൊക്കെ കാണുമ്പോൾ വേഗം ചാടി വീഴും, ഓടിച്ചെന്ന് ഫോട്ടോയും വീഡിയോയും ഒക്കെ എടുക്കും. അപ്പോൾ അങ്ങനെ പോയപ്പോൾ എനിക്കൊരു ഷൂ വാങ്ങിക്കണമായിരുന്നു. അപ്പോൾ അടുത്തൊരു ഷോപ്പ് കണ്ട്, സ്കെച്ചേഴ്സിൻ്റെ ഒരു ഔട്ട്ലെറ്റും അവിടെ ഓഫറും കണ്ടപ്പോൾ എന്നാൽ പിന്നെ അവിടെ പോയി മേടിക്കാം എന്ന് കരുതിയിട്ട് ചെന്നതാണ്. പക്ഷേ ഓഫറൊക്കെ ഉണ്ടെങ്കിലും നല്ല കത്തി വിലയായിരുന്നു.
വേറെ വഴിയില്ല. കുറേ കാലമായിട്ട് ഞങ്ങൾ നീക്കി വെച്ചൊരു പർച്ചേസ് ആയതുകൊണ്ട് ഇനിയും നീട്ടി വെക്കാൻ പറ്റില്ലാത്തത് കൊണ്ടും അന്നേരം അവിടുന്ന് തന്നെ എടുത്തു. ഞാൻ ഷൂ സെലക്ട് ചെയ്യാൻ പോയപ്പോൾ ചേട്ടായിയുടെ വീഡിയോ എടുത്ത് നടക്കുന്നതാണ് ഈ കാണുന്നത്. അന്ന് കഴിഞ്ഞ് ഷൂ ഞാൻ ഇട്ട് നടന്നു നോക്കുകയാണ് കംഫർട്ടബിൾ ആണോ എന്നറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ ഷൂ ഒക്കെ സെലക്ട് ചെയ്ത് അതിന് ശേഷം ഞങ്ങൾ വീണ്ടും നടക്കുകയാണ്. ഷൂ ഒക്കെ സെലക്ട് ചെയ്ത് പുറത്തിറങ്ങിയപ്പോഴത്തേനും പെട്ടെന്ന് രാത്രിയായിട്ടോ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ റെസ്റ്റോറൻറ്റ് തപ്പി അടുത്തുള്ള ഒരെണ്ണം കണ്ടുപിടിച്ചു. അങ്ങനെ അവിടെ കയറി മെനു നോക്കുമ്പോൾ നമുക്കൊന്നും പിടികിട്ടുന്നില്ല. എല്ലാം വെറൈറ്റി ഐറ്റംസാണ്. തൽക്കാലം കണ്ണിൽ കണ്ട 2 എണ്ണം ഞങ്ങൾ വാങ്ങിച്ച്. കുഴപ്പമില്ല, ടേസ്റ്റൊക്കെ ഓക്കെ ആയിരുന്നു. പക്ഷെ അതിനൊന്നും പേരൊക്കെ നമ്മൾ പരിചയപ്പെട്ട് വരുന്നതൊക്കെയല്ലേ ഉള്ളൂ. അപ്പോൾ അത്രയേ ഉള്ളൂ ഞങ്ങളുടെ ഇന്നത്തെ ദിവസം. അപ്പം വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.